ടെൻഷൻ എന്നുള്ളത് മനുഷ്യന്റെ നിലനിൽപ്പിനാവശ്യമായ ഒരു വികാരമാണ്. പക്ഷേ അത് അമിതമായാൽ ആപത്തുമാണ്. അത് ഏതൊരു കാര്യവും കൂടുതൽ ഉപയോഗിച്ചാൽ അത് ആപത്താണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ടെൻഷൻ കൂടിയാലും ആപത്താണ്, അമിതമായാൽ അപകടമാണ്. മനുഷ്യന് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഞെട്ടൽ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നയാളുടെ ഒരു മരണം, അല്ലെങ്കിൽ താൻ ഒരാളെ കൊല്ലുന്നതിനിടയായി, ഒരാളിൽ നിന്നൊരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ വലിയൊരു ദോഷം ഒരാളിൽ നിന്ന് സംഭവിച്ചു, ഇതിൻ്റെ പേരിൽ അവൻ്റെ മനസ്സിനുണ്ടാകുന്ന മായാത്ത ഉണങ്ങാത്ത മുറിവ്, ആരോടും പറയാതെ മൂടിവെച്ച് തുറന്നു പറയാനാവാതെ മനസ്സിന്റെ ഉള്ളിൽ പിരിമുറുക്കമുണ്ടായി അതിൽ നിന്നുണ്ടാകുന്ന ഒരു ആദിയും പേടിയും ഒക്കെ കലർന്ന ഒരു ശാന്തമല്ലാത്ത ഒരു അന്തരീക്ഷമാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അത് കൂടിയാൽ അതിന് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, അഥവാ വിഷാദരോഗം. കേരളത്തിൽ അധികവും പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യൻ മനോരോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്നത് എന്നതിന് പിന്നിൽ കാരണമായി പറയുന്നത് അവരുടെ മനസ്സിന്റെ താളം, അതിന്റെ നില തകരാറിലാണ്. നമ്മൾ അറിയാതെ നാം ഓരോരുത്തരും മാനസിക രോഗിയാണ്. നമ്മൾ ഓരോരുത്തരും ഒരുതരം മാനസികമായ അപകടത്തിലും അതിന്റെ ക്രമം തെറ്റിയ അവസ്ഥയിലുമാണ് നമ്മളുള്ളത്. ടെൻഷൻ എന്ന് പറയുന്നത് അത് ആവശ്യമാണ് എന്ന് പറഞ്ഞല്ലോ. ഓരോരുത്തർക്കും ഓരോ ടെൻഷൻ ഉണ്ടാവും. നഴ്സറിയിൽ ചേർക്കുന്ന ഒരു കുട്ടിക്ക് ആദ്യമായി അവന്റെ ഉമ്മയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പറിച്ചു നടക്കുന്നതുമ്പോഴുള്ള ഒരു ടെൻഷൻ, പ്രായമാകുമ്പോൾ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പ്രായമുള്ള ആളുകൾക്കും ഒക്കെ തോന്നിപ്പോകും ഞങ്ങളെ മക്കൾ കൈവടിഞ്ഞേക്കുമോ, അങ്ങനെ ഒരു ടെൻഷൻ. കർഷകന് മഴ കാണാതിരിക്കുമ്പോൾ എൻ്റെ കൃഷി തകർന്നു പോവുമോ, അത് ഉണങ്ങിപ്പോകുമോ എന്നുള്ള പേടി, അതൊരു ടെൻഷനാണ്. ബിസിനസ്സുകാരന് ഓഹരി സൂചിക കുറയുകയും ഉയരുകയും ചെയ്യുമ്പോൾ എൻ്റെ കച്ചവടത്തിൽ നഷ്ടം ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ. ഉമ്മമാർക്ക് മക്കളുടെ പരീക്ഷയുടെ ഫലം വരുമ്പോൾ ഒന്നും പഠിപ്പിച്ചില്ല, ഉമ്മയും മക്കളും കൂടി TV കാണാൻ നിന്നതെന്ന് ഭർത്താവ് പറയോ എന്നോർത്തിട്ടൊരു ടെൻഷൻ. ഗൾഫുകാരൻ്റെ മനസ്സിൽ ഭാര്യയെക്കുറിച്ച് വേണ്ടാത്തതും അല്ലെങ്കിൽ ആശങ്കാപൂർണവുമായ ടെൻഷൻ. അങ്ങനെ മൊത്തത്തിൽ ടെൻഷനില്ലാത്തവർ ലോകത്ത് കുറവാണ്. ജനറൽ ഫിസിഷ്യന്മാർ പറയുന്നുണ്ട്, പനി പോലെ ഒരു രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ടെൻഷൻ. ആ ടെൻഷൻ വെറുതെ ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ, രാത്രി ഉറങ്ങാൻ വേണ്ടി പായയിലേക്ക് കടന്നിരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക് അതിങ്ങനെ മതിച്ചു വന്ന് അവന്റെ രക്തത്തിന്റെ ചൂട് അധികരിപ്പിച്ച് തലച്ചോറിലേക്ക് കയറി അവന്റെ ശരീരത്തിന്റെ ചൂടും തണുപ്പുമൊക്കെ ഒരേ നിലയിലുണ്ടാകണമെന്നത്, അഥവാ പ്രഷർ, അതുപോലുള്ള ശരീരത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ക്രമം തെറ്റി അവൻ രോഗിയായി മാറുന്നു. എന്തിനേറെ ഹൃദയം വരെ തകർന്ന് മരിച്ചു പോകാൻ കാരണമാകും ടെൻഷൻ. അതൊഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? ടെൻഷൻ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പഠിക്കണം. ടെൻഷൻ ഉണ്ടാകാനുള്ള കാരണം അത് കണ്ടെത്തുകയും അത് ഇല്ലാതാക്കാൻ വേണ്ടി കള്ളുകുടിയും കഞ്ചാവും മറ്റുമൊക്കെ ചെയ്യുന്നതിന് പകരം വേറെ വല്ല വഴിയും അതിന് സുതാര്യമായ നിലക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മളെ ക്ലാസ് എപ്പോഴും തുടങ്ങാറുള്ളത് ഒരു കഥയിലൂടെയാണ്. വലിയൊരു ടെൻഷൻ അത് മാറ്റിയ ഒരു മരുന്നിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ബഹുമാന്യരായ സൂഫിയാക്കളായ ആളുകൾ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു, അന്ന റജുലൻ ഹജ്ജ, ഒരു മനുഷ്യൻ ഹജ്ജിന് പോയി. അങ്ങനെ ആ മഹാനവർകൾ കാണുകയാണ്, ഒരാൾ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് തവാഫിലും മറ്റുള്ള അവന്റെ ഹജ്ജിന്റെ എല്ലാ വേളകളിലും അവൻ പറയുന്ന ദിക്റിന് വ്യത്യസ്തമാണ്. വകാന യുക്തിറു സ്വലാത്ത അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുകയാണ്. തൽബിയത്ത് ചൊല്ലേണ്ടിടത്ത് സ്വലാത്ത്,
മിനയിലും അതുപോലെ തന്നെ അതാ അറഫ ഭൂമിയിലും സഅയ് ചെയ്യുന്നിടത്തും അങ്ങനെ ഈ ഹജ്ജിന്റെ എല്ലാ സ്ഥലത്തും മതാഫിലും ഒക്കെയും അവൻ സ്വലാത്താണ്. എല്ലാ സമയത്തും അവൻ കാലെടുത്തു വെക്കുമ്പോൾ മറ്റൊരു കാൽ ഉയർത്തുന്നതിന് മുമ്പ് സ്വലാത്താണ് അവന്റെ വായിൽ നിന്ന് വരുന്നത്. മഹാനവർകൾ ചോദിച്ചു, ലിമലം തസ്തഗിൽ ബിദ്ദുആഇൽ മഅ്സൂർ. ഹദീസിൽ ഹജ്ജിന്റെ വേളയിൽ ചൊല്ലേണ്ട ദിക്റുകൾ വന്നിട്ടുണ്ടല്ലോ, ആ ദിക്റുകൾ ഒഴിവാക്കി നിങ്ങൾ എന്തിന് ഹജ്ജിന്റെ വേളയിൽ സ്വലാത്ത് മാത്രം ചൊല്ലുന്നു എന്ന് ചോദിച്ചപ്പോ ഫഅ്തദറ, അദ്ദേഹം അതിന് കാരണം പറയുകയാണ്. ഈ പറയുന്ന കാരണം, ഹജ്ജിന്റെ വേളയിൽ ദിക്റുകൾ ഒഴിവാക്കി സ്വലാത്തോട് സ്വലാത്ത്, പിന്നെയും സ്വലാത്ത്, സ്വലാത്തിന്റെ മേൽ സ്വലാത്ത്, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോ അയാൾ അതിന് മറുപടി പറഞ്ഞത് നമുക്കോരോരുത്തർക്കും പാഠമാകുന്നത് കൊണ്ട് പറയട്ടെ. ബി അന്നഹു, അദ്ദേഹം പറയുന്നു, ഖറജലിൽ ഹജ്ജി ഹുവ വാലിദുഹു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും കൂടിയായിരുന്നു ഹജ്ജിന് വന്നത്. ഇപ്പൊ കൂടെ അദ്ദേഹത്തിന്റെ പിതാവില്ല. എവിടെ പോയി നിന്റെ പിതാവ് നിന്നോടൊപ്പം ഹജ്ജിന് വന്നിട്ടെന്ന് ചോദിക്കുമ്പോ ഫമാത ബിൽ ബസറ, അദ്ദേഹം ബസറയിൽ വെച്ച് വഴിമധ്യേ മരിച്ചുപോയി. മരിച്ചു എന്നത് വലിയൊരു വിഷമമാണ്. അതിന്റെ കൂടെ അദ്ദേഹം മരിച്ചിട്ട് ഞാനൊരു വെള്ളപ്പുടവയെടുത്ത് മൂടിയിട്ട് കുറച്ചു കഴിഞ്ഞങ്ങ് എന്റെ പിതാവിന്റെ മുഖമൊന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഫഇദാ ഹുവ സൂറത്തു ഹിമാർ, പിതാവിന്റെ കോലം കഴുതയുടെ രൂപമായിട്ടുണ്ട്. മുഖം അല്ലാഹു ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയ പിതാവിന്റെ കോലം അല്ലാഹു മാറ്റിമറിച്ചിട്ടുണ്ട്. ഫഹസന ഹസനൻ ശദീദാ, വല്ലാത്ത ടെൻഷൻ ഞാൻ അവിടെ അനുഭവിച്ചു കേട്ടോ. ടെൻഷൻ ശദീദ, ഹുസ്നൻ ശദീദ, മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന അതിലും അപ്പുറമുള്ള വേദന. വഴിമധ്യ ആരുമാരുമില്ലാത്തിടത്ത് തന്റെ പിതാവ്, തന്നെ പോറ്റി വളർത്തിയ ബാപ്പ മരിച്ചു കിടക്കുന്ന കാഴ്ച, അതോടൊപ്പം ആ പിതാവിനെന്തോ ഉഖ്റവിയായ ജീവിതത്തിൽ പാകത സംഭവിച്ചു പോയതിന്റെ ലക്ഷണം. പിതാവിന്റെ കോലം അല്ലാഹു മാറ്റിമറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വിഷമമായി, ഇരുന്നങ്ങ് ടെൻഷൻ അടിച്ചു. ഒരുപാട് നേരം ദുഃഖിച്ചിരുന്നു. എപ്പോഴോ സുമ്മ ചെറിയൊരു തൂക്കി ഉറക്കം അദ്ദേഹത്തിന് ബാധിച്ചപ്പോ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. അവിടുന്ന് ഹബീബിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് പോയി. സ്വപ്നത്തിലതാ അവിടുത്തെ കാല് പിടിച്ചുകൊണ്ട് കരയുകയാണ്. അവിടുന്ന് പറയണം, നബിയേ, എന്റെ പിതാവിന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ എനിക്ക് വല്ലാത്ത ആദിയുണ്ട് നബിയേ എന്ന് പറഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫഖാല ഇന്നഹു കാന യഅകുലു ദിബാ, അദ്ദേഹം പലിശ തിന്നുന്നവരായിരുന്നു, പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അള്ളാഹു കോലം മറിച്ചതാണ്. മോനെ, നിന്റെ ഉപ്പ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ദോഷിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് സ്വപ്നത്തിൽ പറയുന്നു, പലിശ തിന്നുക എന്നതിന്റെ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ചിലപ്പോ കൊടുക്കും, ആഖിറത്തിലും കൊടുക്കും കേട്ടോ. നോക്ക്, പലിശ തിന്നുന്നതിന്റെ ഫലം ദുനിയാവിലും ആഖിറത്തിലും ചിലപ്പോ സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല രോഗങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ടെൻഷൻ അത് കൂടിയാൽ ഹൈപ്പർ ടെൻഷൻ ആവും.
വിഷാദരോഗം പിടിപെട്ടയാൾക്ക് അവന്റെ മുഖം നോക്കിയാൽ അറിയും, ഇതുവരെ ചിരിച്ചും കളിച്ചും കൊണ്ടിരുന്ന മനുഷ്യന് ചിരിയില്ല, അവന് ഭക്ഷണത്തോട് പ്രിയമില്ല, അവനൊന്നും ഉത്സാഹമുള്ള വാക്കുകളോ ചെയ്തികളോ അവന്റെ പക്കൽ നിന്ന് വരില്ല. ആരെങ്കിലും പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാൻ അവന് കഴിയില്ല. അവൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല, ചിലപ്പോൾ അവൻ നമ്മളറിയാതെ എഴുന്നേറ്റ് നടക്കും. നടന്ന് ഏതെങ്കിലും കിണറ്റിലോ അല്ലെങ്കിൽ കുഴിയിലോ ചെന്ന് പതിക്കും. കാരണം എന്താ? അവന്റെ ടെൻഷനോടൊപ്പം അവനെ ആ നിലയിലേക്ക് എത്തിച്ചത് പിശാചാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീന യഖുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, പലിശ തിന്നുന്നവരുണ്ടല്ലോ, അല്ലദീന യഖുലൂന റിബാ, പലിശയുടെ മുതൽ ശാപ്പിടുന്ന ആളുകൾ, ലാ യഖൂമൂൻ, അവർക്ക് നിൽക്കാൻ കഴിയില്ല, ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാച്, ജിന്ന്, ശൈത്താൻ അടിച്ചു വീഴ്ത്തിയ മനുഷ്യനെ പോലെയല്ലാതെ. പരിശുദ്ധ ഖുർആൻ ജിന്നിന്റെ കാര്യം പറയുന്നതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞെടുത്ത് ബാക്കിയായി പോയതായിരുന്നു. പിശാച് ശരീരത്തിലേക്ക് ബാധിക്കും. അതിന് തെളിവാണ് ഈ ആയത്ത്. മനുഷ്യന് കയറും, ശരീരത്തിൽ കയറും. അത് കയറാനുള്ള ഒരു വഴിയാണ് പറയുന്നത്. പേടിച്ചു പോയാൽ ശൈത്താൻ കയറും പറയാറുണ്ടല്ലോ, ഒരിടത്ത് പേടിച്ചാൽ ശൈത്താൻ കയറും. പിന്നെ നജസിൽ പുരണ്ട് കിടക്കുന്ന മനുഷ്യന് പെട്ടെന്ന് ശൈത്താൻ കയറും. രാത്രി വുളു എടുക്കാതെ കിടന്നവന് ചിലപ്പോൾ ശൈത്താൻ വിത്തിനെയാക്കും. സുബഹി നിസ്കാരം അടക്കം കളാക്കിക്കും, ചിലപ്പോൾ ശരീരത്തിലും കയറും. അതിന്റെ കൂട്ടത്തിൽ ഒന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, പിശാച് ബാധിച്ചവനെ പോലെ നിൽക്കുന്നവൻ ഒരാള്. അതാരാണ്? പലിശ തിന്നുന്നവനാണ്. അത് ആഖിറത്തിന്റെ കാര്യമാണ് ഈ ആയത്തിൽ പറയുന്നത്. ഖിയാമത്ത് നാളായാൽ പലിശ തിന്നുന്നവന് വലിയ വയറായിരിക്കും. ആ ഹദീസ് ഇൻഷാ അല്ലാഹ് പിന്നീട് സമയമുണ്ടെങ്കിൽ വായിക്കും. അങ്ങനെ അവന്റെ വയറ് വലുതാവുകയും അതിങ്ങനെ താഴേക്ക് വീണ് നീളമായി അതിന്റെ ഭാരം ഇങ്ങനെ ഭാരത്തോടുകൂടെ വലിയ ഫുട്ബോളിന് വള്ളിയിട്ട് താഴ്ത്തതുപോലെ അതിങ്ങനെ വേറെ തന്നെ കിടക്കും. അവൻ എഴുന്നേക്കാൻ നോക്കുമ്പോൾ അത് റബ്ബർ പോലെ അവനെ വലിച്ചിടും. എഴുന്നേക്കാൻ കഴിയില്ല. ഏതുപോലെ? പിശാച് ബാധിച്ചവനെ പോലെ. അല്ലാഹ് ഒരു ഉദാഹരണം പറയാം. പിശാച് ബാധിച്ചവന് നിൽക്കാൻ കഴിയും? അവനിങ്ങനെ നിൽക്കും, കണ്ണും വെച്ച്. കുറച്ച് കഴിയുമ്പോൾ അവിടെ ഡബ് എന്ന് വീഴും. പിന്നെ എഴുന്നേക്കാൻ നോക്കും, കണ്ണൊന്നും ശരിക്കും വീയൂല. ഇങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ തന്നെ കഴിയില്ല. ഇങ്ങനെ ആയിരിക്കും നോക്കുക. ഒരുവിധം കണ്ണ് ഒരു ഭാഗത്തേക്ക് തിരിച്ച് ചുണ്ടൊക്കെ കോട്ടിയിട്ട് ഒരു വികൃതമായ രൂപത്തിൽ നോക്കി എഴുന്നേക്കാൻ നോക്കും. പക്ഷേ തളർന്ന് അവിടെ തന്നെ വീഴും. ഒരു ഹാലെന്നെ മാറിയിട്ടുണ്ടാവും. അതുപോലെ പലിശ തിന്നുന്ന ആളുകൾ ആഖിറത്തിലേക്ക് വരുമ്പോൾ അവർക്ക് നിൽക്കാൻ കഴിയില്ല. അവർക്ക് അവരുടെ ഹാല് തന്നെ സ്വയം മനസ്സിലാക്കാൻ കഴിയില്ല. വല്ലാത്ത ക്ഷീണത്തിലും ഭയത്തിലും അതുപോലെ ഭാരം ഏറ്റി നടക്കുന്നതിന്റെ വൈഷമ്യത്തിലുമൊക്കെ ആയിരിക്കും. പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞതിനെ അല്ലാഹുവിന്റെ റസൂൽ ഇതാ സ്വപ്നത്തിൽ പറയാണ്, വഅഖ്ലുഹു യതൗദാലിക ദുന്യൻ വഉഖ്റാ. ആഖിറത്തിൽ ചിലപ്പോൾ ആഖിറത്തിൽ ബാധിക്കുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ ചിലപ്പോൾ ദുനിയാവിലും ബാധിക്കും കേട്ടോ. ദുനിയാവിലും പലിശ തിന്നുന്ന ആളുകൾക്ക് അതിന്റെ ബാധയുണ്ടാവും. പലിശ തിന്നാല് പിശാച് കയറുന്ന ഈ ആയത്തിൽ നിന്ന് ദുനിയാവിലും അതിന്റെ ഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞതിൽ നിന്ന് ലഭ്യമാകുന്നത്, പലിശ തിന്നുന്ന ആളുകൾക്ക്, പലിശയുടെ ഇടപാടുമായി നടക്കുന്ന ആളുകൾക്ക് അവന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. സാധാരണ മനുഷ്യനെ പോലെ പെരുമാറാൻ അവന് കഴിയില്ല. നമ്മളൊക്കെ ഒരാൾ അവിടെ കിടന്ന് വെള്ളം ചോദിക്കുന്നുണ്ട്, മരിക്കാനായിട്ടുണ്ട്, നമ്മളെ മനസ്സെന്താ പറയാ? അയാൾക്ക് വെള്ളം കൊടുക്കണം. ഒരാൾ ആത്മഹത്യയുടെ വക്കീല, കടം കയറിയിട്ട്, അയാളെ കുറിച്ച് നമ്മൾ ശരിയായ ചിന്തയുള്ളവർ ചിന്തിക്കുക, അയാൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. നമ്മളുടെ ഭക്ഷണം കുറച്ചിട്ടാണെങ്കിലും മിച്ചം വെച്ചിട്ടാണെങ്കിലും അയാളെ കടമൊന്ന് തീർത്തിട്ട് അയാളുടെ ജീവിതം കരപറ്റാൻ അയാൾക്കൊന്ന് കൈപിടിച്ചു കൊടുക്കണം, അയാളെ സഹായിക്കണം എന്നാ ചിന്തിക്കുക. പലിശക്കാരനോ അയാളെ എത്രമാത്രം ഊറ്റാൻ കഴിയും? അയാളുടെ കുത്തുപാളെ എടുപ്പിച്ചിട്ട് അയാളുടെ പണ്ടവും അതുപോലെ അയാളുടെ വീടും കുടിയും അയാളുടെ പ്രമാണവും ഒക്കെ വാങ്ങി വെച്ചിട്ടാണ് ഒരു പലിശക്കാരൻ സമ്പാദിക്കുന്നത്. പലിശ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു ഉദാഹരണം പറയാം. ബോംബെയിലൊക്കെ ഉണ്ട്. ബോംബെയിൽ വേണ്ട, ബോംബെയുടേതായ രൂപം ഇവിടെ പലരിലും ഉണ്ട് രഹസ്യമായിട്ട്.
കുറച്ച് പൈസ ഉണ്ടാവും. അതിങ്ങനെ അട്ടിയായി വെക്കും. അവന് ഓരോരുത്തരും രാവിലെ വരും, ഓരോരുത്തരും ഒരു 10,000 രൂപ വേണം. 10,000-ന് 100 രൂപ വെച്ച് തരേണ്ടി വരും. 1,00,000-നോ 1000. വൈകുന്നേരം കൊണ്ടുവരുമല്ലോ. വൈകുന്നേരം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ അത് വാങ്ങിയതിൻ്റെതായ ഫലം എന്ന രൂപത്തിൽ 1,000 രൂപ വേറെയും. 1,00,000-ഉം 1,000-ഉം കൂടി. ഈ 1000-ആണ് പലിശ. കയ്യിൽ തസ്ബീഹ് മാല ഉണ്ടാവും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഈ സുബ്ഹാനല്ലാഹ് കൊണ്ട് ഒരു ഫലവും ഇല്ല. അവന്റെ ഈ ജീവിതം പലിശയിലൂടെ പോകുമ്പോ മറ്റവൻ കടം വാങ്ങിയത് പ്രയാസപ്പെട്ടിട്ടാണ്. അത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പലിശ മാത്രം അടച്ചിട്ട് അവൻ കൊണ്ടുവന്ന് പണയം വെച്ച അവന്റെ വീടിന്റെ പ്രമാണം അവൻ കൈക്കലാക്കുകയാണ്. പാവപ്പെട്ടവൻ തെരുവിലൂടെ പോയാലോ അവന്റെ മനസ്സലിയില്ല. പാവപ്പെട്ടവൻ ആത്മഹത്യ ചെയ്യാൻ അടുത്തായാലോ അവന്റെ മനസ്സലിയില്ല. ഒരു പാവപ്പെട്ട സ്ത്രീ കല്യാണം കഴിക്കപ്പെടാൻ കഴിയാതെ വിഷമിക്കുന്നത് കണ്ടാലും അവന്റെ മനസ്സ് അലിയില്ല. അവന്റെ മനസ്സിന് മാറ്റം വന്നിട്ടുണ്ട്. അവൻ മനോരോഗിയാണ്. ഒരു ഉസ്താദ് പണ്ട് പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു വാതിൽ കേട്ടാണ്. ഉസ്താദിനെ അറിയും, ആ പറഞ്ഞ ആളറിയില്ല, അയാളോട് പറഞ്ഞ ആൾ. വേറൊരു ഉസ്താദ്, അയാൾക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. നമ്മളൊക്കെ പെട്ടെന്ന് പൈസയുടെ ആവശ്യം വരുമ്പോഴാണ് വിഷമം പിടിക്കുക. ഇപ്പൊ ജീവിച്ചു പോവും ഈ ചെറിയ ശമ്പളത്തിൽ. പക്ഷെ അത്യാവശ്യം എന്തെങ്കിലും കാര്യം വരുമ്പോഴാണ് ഉസ്താദുമാരെ പോലുള്ള ശരാശരിക്കാരൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്താണ് ഒരു കടം 1,00,000 കിട്ടാൻ വഴി എന്ന് പറഞ്ഞ പലരോടും ചോദിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു, നമ്മളെ പ്രസിഡന്റ് ഹാജിയാർ, ആ നാട്ടിലെ അന്നത്തെ കഥ പറയാം. ഹാജിയാരോടാ ചോദിച്ചത്. അയാളോട് പോയി ചോദിക്കാൻ പറഞ്ഞു. ഹാജിയാർ പറഞ്ഞു, കുറച്ചു മുമ്പ് വന്നിരുന്നെങ്കിൽ തരാമായിരുന്നു. എല്ലാവരും പറയുന്ന വാക്കാണ്. ഒരു രക്ഷയുമില്ല, കുറച്ചുണ്ടായത് ഞാൻ വേറൊരു കാര്യത്തിന് കൊടുത്തുപോയി. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരാളുണ്ട്. ഹാജിയാർ പറഞ്ഞു കൊടുക്കുക, പ്രസിഡന്റ്, എന്താ? ഒരാളുണ്ട്, കുറച്ച് വിഷമം പിടിച്ചതാണ്, പക്ഷേ പറയാനാ കഴിയുമെന്നറിയില്ല ഉസ്താദെ. നിങ്ങൾ 1,00,000 നിങ്ങൾ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുമ്പോൾ 1,000 രൂപ കൂടുതൽ കൊടുത്താൽ മതി, ആ വഴിയില്ലല്ലോ. അപ്പൊ ഉസ്താദ് ചിന്തിച്ചു, ഏതായാലും അപ്പുറത്തുള്ളത് വലിയ പ്രശ്നമാണ്. ശവം തിന്നാൻ പാടില്ല, ചില സമയത്ത് തിന്നാമെന്ന രൂപത്തിൽ പണയം വെക്കുന്ന ചില ഉസ്താദുമാരൊക്കെ ഉണ്ട്. അത് ഹലാലാക്കി കൊടുക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. പക്ഷെ ഓരോരുത്തർ ഹറാമല്ലാത്ത രൂപത്തിൽ ശവം തിന്നുമ്പോൾ നീ എന്താടാ ശവം തിന്ന് ചോദിക്കാനും പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഏതായാലും ആ ഉസ്താദ് അത് വാങ്ങി തിരിച്ചു അങ്ങ് കൊടുത്തതിന്റെ ശേഷം അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായത്, ഇതിന്റെ മുതലാളി ആ മറ്റൊരാളെ കാണിച്ചു തന്ന അയാള് അല്ല സത്യത്തിൽ പണത്തിന്റെ ആള്. കാണിച്ചു കൊടുക്കാൻ വന്ന പ്രസിഡന്റിന്റെ സ്വന്തം പൈസയായിരുന്നു ഇത്. ഇയാളാണ് പലിശക്ക് കൊടുക്കുന്നത്. ഉസ്താദിന് കൊടുക്കുമ്പോ വിഷമം വേണ്ടെന്ന് പറഞ്ഞ് വേറൊരാളെ ഇടക്ക് നിർത്തിയതാണ്. അവൻ ഇയാളെ ശമ്പളക്കാരനാണ്. പൈസ ഹാജിയാരുടേതാണ്. സുബ്ഹാനല്ലാഹ്. കണ്ണിച്ചോരയില്ലാത്ത അവസ്ഥ. പാവപ്പെട്ടവന്റെ ചോര ഊറ്റിക്കൊടിക്കുന്ന പിശാചിനെ പോലെ ഓരോ മനുഷ്യനും ആയി മാറുന്ന ഒരു കാര്യമാണ് പലിശ എന്ന് പറയുന്നത്. അവൻ ഒറ്റ നോട്ടമേ ഉള്ളൂ. പാവപ്പെട്ടവൻ ജോലി ചെയ്ത് മിച്ചം വെച്ചുകൊണ്ട് സ്വതക്ക കൊടുക്കുമ്പോ, പള്ളിയിലേക്ക് ഒന്തിക കൊടുക്കുമ്പോ, ഹദിയ കൊടുക്കുമ്പോ പണക്കാരന് അട്ടിയില്ലെന്നൊന്ന് ഊരാനെത്ര വിഷമമാണ് കേട്ടോ. കാരണം എന്താണ്? അവന്റെ മനസ്സിന് രോഗം ബാധിച്ചിരിക്കുകയാണ്. അവൻ എണ്ണി നോക്കുന്നത് ഇവന്റെ പൈസ ഇന്നലത്തേക്കാൾ കൂടുതലായിട്ടുണ്ടോ എന്ന് മാത്രമാണ്. മേലനങ്ങാതെ ഉത്തരവാദിത്ത ബോധമില്ലാതെ ജീവിക്കുന്നവർക്ക് മുഴുവൻ മനസ്സിന് ബാധിക്കുന്ന വ്യാധിയാണ് മനോരോഗം അഥവാ വിഷാദരോഗം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, നിന്റെ ബാപ്പ പലിശ തിന്നുന്നവനായിരുന്നു. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ ശിക്ഷ കിട്ടും. ഇപ്പൊ ശിക്ഷ കിട്ടിയത് മനുഷ്യനെ കോലം മാറ്റി. ഇയാള് മനുഷ്യനല്ലായിരുന്നു, മൃഗമായിരുന്നു. കോലത്തിൽ നമ്മളിടയിൽ ചിരിക്കും, നല്ല മനുഷ്യനാണ്, പക്ഷേ അയാളെ ഉള്ളിൽ മൃഗമായിരുന്നു. ഇപ്പൊ നമ്മളെയൊക്കെ അങ്ങ് ശരിക്ക് ഔലിയാക്കന്മാരെ കണ്ണട വെച്ചിട്ട് കണ്ണട വെച്ച് നോക്കിയാൽ എന്റെ കണ്ണട വീണ് പൊട്ടിപ്പോയി. അങ്ങനെ കണ്ണടയുള്ള ആളുകള് കണ്ണട വെച്ച് നോക്കിയാല് കാണും ഓരോരുത്തരുടെ രൂപം. അവൻ മനുഷ്യനായിരിക്കൂല. പുലിയും സിംഹവും അതുപോലെ കഴുതയും ഒക്കെ ആയിരിക്കും ഓരോരുത്തരുടെ യഥാർത്ഥ രൂപം. അത് ഔലിയാക്കൾക്കേ കാണാൻ പറ്റുള്ളൂ. ആ രൂപം അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് കാണിച്ചതാ മോനെ നിന്റെ ഉപ്പാക്ക്. അയാൾ മൃഗമായിരുന്നു എന്ന അർത്ഥത്തിൽ.
അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പക്ഷേ നിന്റെ ഉപ്പാക്കൊരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. വലാകിന്നഹു യുസല്ലി അലയ്യ കുല്ല ലൈലത്തിൻ ഇൻദ നൗമിഹി മിഅത മറ. അവൻ ഉറങ്ങാൻ പോകുന്ന നേരത്ത് എല്ലാ രാത്രിയിലും എന്റെ മേൽ 100 സ്വലാത്ത് ചൊല്ലാതെ ഉറങ്ങാറില്ലായിരുന്നു. നമ്മളൊക്കെ വലിയ വിഷമത്തിലാണിപ്പോ. കാരണം എന്താ? വലിയ ദോഷങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ശിർക്ക്, സിഹ്ർ, കൊല തുടങ്ങിയ വലിയ വലിയ ദോഷങ്ങൾ. ഇത് സംഭവിച്ചു പോയാൽ തൗബയില്ലേ? ഇത് സംഭവിച്ചു പോയാൽ പിന്നെ ജീവിക്കാൻ വഴിയില്ലേ? അങ്ങനെ ഒരു മനുഷ്യനെ ടെൻഷൻ അടിപ്പിച്ച് മനോരോഗിയാക്കാൻ പരിശുദ്ധ ഇസ്ലാം ഇല്ല. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. മനുഷ്യനെ മാറാരോഗിയാക്കാനോ അല്ലെങ്കിൽ പ്രാകൃതമായ നിയമവ്യവസ്ഥകൾ കൊണ്ടുവരാനോ ഇസ്ലാം ഒരിക്കലും മുന്നോട്ട് വരുന്നില്ല. മനുഷ്യന്റെ മനസ്സിന് ശാന്തി ഉണ്ടാക്കാനാണ് അല്ലാഹുവും റസൂലും നമുക്ക് നിയമം തന്നത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. മനുഷ്യനൊരു മതം വേണം, അത് പരിശുദ്ധ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന പേരിൽ ഒരു മതം നിങ്ങൾക്ക് തരുന്നു, വേറെ ഉണ്ടാക്കണ്ട. ഏത് മതമായാലും അള്ളാഹ് തൃപ്തിപ്പെടും. ഇല്ല, റളീതു ബില്ലാഹ് വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീനുൽ ഇസ്ലാം, ഇസ്ലാം എന്നുള്ള ഈ മതത്തെ മാത്രമേ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തുള്ളൂ. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത് നമ്മൾ തിരുത്തിയല്ലോ. അത് അള്ളാഹ് പറയാണ്, ഇസ്ലാം എന്ന മതം, ആ ടൈറ്റിലുള്ള മതത്തിനുള്ളിൽ കടന്നതിനെയേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. നന്മ എല്ലാവരും ചെയ്യും, പാവങ്ങളെ എല്ലാവരും സഹായിക്കും, നല്ല മനസ്കഥയുള്ള ആളുകൾ ലോകത്തെമ്പാടും ഉണ്ടാകും. പക്ഷേ ഈ മതത്തിന്റെ ചട്ടക്കൂട്ടിലേക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് കടക്കണം. എന്നാലേ അവനെ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് ഈ മതം നമുക്ക് തന്നപ്പോ ഇതിൽ മുറുകെ പിടിക്കാൻ നമ്മൾ മുന്നോട്ട് വന്നപ്പോ ഇതിൽ ടെൻഷനേ വരുള്ളൂ. അയാൾ വെക്കുമ്പോ ടെൻഷനാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയും ഉണ്ടാകരുത്. അതാണ് ഇപ്പൊ തിരുത്താൻ പോകുന്നത്. ഇന്ന് പലിശയെക്കുറിച്ചും കൂടി പറയുമ്പോൾ മനുഷ്യനാകെ ടെൻഷനായി പോകും. ആ ടെൻഷൻ വേണ്ട. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ വിഷമിക്കണ്ട, നിന്റെ ഉപ്പ ദിക്ർ ചൊല്ലുന്നയാളായിരുന്നു, അതിനു പകരം നന്മകൾ ധരിപ്പിക്കുന്നയാളായിരുന്നു. എന്നതുപോലെ നിന്റെ ഉപ്പ മരിക്കുന്നതുവരെ എല്ലാ രാത്രിയും 100 സ്വലാത്ത് ചൊല്ലുന്നയാളായിരുന്നു. എല്ലാത്തിനും തൗബയുണ്ട്. 100 ആളെ കൊന്നാളെ തൗബ നമ്മൾ കേട്ടിട്ടുണ്ട്. 100 ആളെ കൊന്ന 99 ആളെ കൊന്ന് ഒരു വലിയ മഹാനോട് വന്ന് ചോദിച്ചു. ഭയങ്കര സ്ട്രോങ് ഈമാനുള്ള ആളാണ്, അപ്പൊ വലിയ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഉസ്താദിനോട് വന്ന് ചോദിച്ചു, ഹദീസിലുള്ളതാണ്, ബുഖാരിയിലടക്കം, ഞാൻ 99 ആളെ കൊന്നിട്ട് വന്നയാളാണ്. ഉസ്താദ് ഒന്ന് ഞെട്ടി, മീശ വിരിച്ചിട്ടാ പറയുന്നത്, ഞാൻ 99 ആളെ തട്ടിയിട്ടാ വരുന്നത്, എല്ലാം തീർത്ത് കളഞ്ഞു ഞാൻ. അയാളൊന്ന് ഞെട്ടി, വെറുപ്പ് തോന്നി. ദോഷികളോട് ഈമാനുള്ളവർക്ക് വെറുപ്പ് തോന്നും, അത് സ്വാഭാവികമാണ്. അദ്ദേഹം ചോദിച്ചു, എന്തിനപ്പ ഇവിടെ വന്നത്? എന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കുമെന്ന് ചോദിക്കാനാണ്. എന്നപ്പ ഞാൻ പറയാ, നിന്നെപ്പോലുള്ളവനെ അള്ളാഹ്ക്ക് വേണ്ട, നിന്നെപ്പോലുള്ളവന് വേണ്ടി ആ നരകം പഠിച്ചിട്ടുള്ളത്. കേട്ട മാത്രയിലെ അയാൾക്ക് ദേഷ്യം വന്നു, എടുത്തങ്ങ് വെട്ടി. 100ാമത്തെ ആളായി ആ പണ്ഡിതനെയും വകവരുത്തിയിട്ട് അയാൾ നടക്കുന്നത്. പിന്നെ വേറൊരു സ്ഥാനം പോയി കണ്ടു. അയാൾ കുറച്ച് സൈക്കോളജിക്കലായിട്ട് ചിന്തിച്ചു, അള്ളാഹു ഒരിക്കലും ഈ നിയമവ്യവസ്ഥയിൽ മനോരോഗം ഉണ്ടാക്കി ടെൻഷൻ അടിപ്പിച്ച് ഇനി ദോഷം ചെയ്തവന് രക്ഷയേ ഇല്ലേ എന്ന അവസ്ഥയിലേക്ക് മാറ്റാനുള്ളതല്ല, നിന്റെ തൗബയെ മുടക്കാൻ ലോകത്താരാണുള്ളത് എന്ന ശാന്തി പകരുന്ന ഒരു വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം തൗബയിലേക്ക് വന്നു. അദ്ദേഹം തൗബ ചെയ്തു. എന്നിട്ട് വേറൊരു നാട്ടിലേക്ക് പോയിട്ട് അവിടെ നന്നായി ജീവിക്കണം. അവിടെ ഉണ്ടെങ്കിൽ നിന്നെ ഇനിയും കൊട്ടേഷൻ ആള് വിളിക്കും, നിന്നെ ഇനിയും ഗുണ്ടായുധത്തിന് വിളിക്കും, നിന്നെ നന്നാകാൻ വിടില്ല എന്ന് പറഞ്ഞ് നീ വേറെ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. വേറെ നാട്ടിലേക്ക് എത്തിയില്ല. അതിന്റെ നടുക്കെത്തിയപ്പോഴാണ് അയാൾ മരിച്ചത്. അപ്പോഴാണ് 2 കൂട്ടരും വന്നത്, അദാബിന്റെ മലക്കുകളും റഹ്മത്തിന്റെ മലക്കുകളും. ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം. അല്ലാഹ് എന്ത് ചെയ്തു? അളക്കാൻ ഒരാളെ അയച്ചു. അളന്നു നോക്കുമ്പോ അവൻ കിടന്ന് സക്കറാത്തിന്റെ ഹാലിൽ ഒരു മറിച്ചല്, ഒരു മറിയൽ, ഒരു ചാണ് അത്രയും ആ പോകുന്ന നാട്ടിലേക്ക് മറിഞ്ഞതുകൊണ്ട് നല്ല രാജ്യത്തിന്റെ ആളുകളിൽ അയാളെ ഉൾപ്പെടുത്തി 100 ആളുകളെ കൊന്ന വലിയ ദോഷമല്ലേ മനുഷ്യനെ കൊല്ല. അങ്ങനെയുള്ള 100 തെറ്റ് ചെയ്തയാൾക്ക് അല്ലാഹ് പുറത്തു കൊടുത്ത മതമാണിത്. അത് പഠിപ്പിക്കുന്ന ഹബീബാണ് നമ്മുടേത്. ആ ഹബീബ് പറയുകയാണ്,
മോനെ എല്ലാ ദിവസവും എൻ്റെ അടുക്കൽ എന്റെ സ്വലാത്തുമായി മലക്കുകൾ വരും. ഫലമ്മാ അറുബലഹു ദാലിക, അദ്ദേഹത്തിന് മരണം വന്നപ്പോൾ അഖ്ബറനി ബിൽ മലക്കുല്ലദീ യഖ്റദു അലാ അഅ്മാലൽ അഅ്മാൽ, എന്റെ മേൽ അഅ്മാലുകൾ മനുഷ്യന്റെ ഉമ്മത്തിന്റെ അലയ്യ അഅ്മാലു ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളുടെ അമലുകൾ കൊണ്ടുവന്ന് കാണിക്കുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു, അയാളുടെ അമല് അവസാനിച്ചത് മറ്റൊന്നുമല്ല, അയാൾ മരിച്ചു പോയിട്ടുണ്ട് നബിയേ, അയാളുടെ കോലം അല്ലാഹു മാറ്റിയിട്ടും ഉണ്ട് നബിയേ. ഉടനെ ഞാൻ ഓടി വന്നതാണ് കേട്ടോ. സ്വപ്നം അങ്ങ് കഴിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, അള്ളാഹിനോട് ഞാൻ വല്ലാതെ ചോദിച്ചു, എനിക്ക് സലാത്തുന്ന ആളാണ്. അങ്ങനെ ഫശഫഅനി അൻഹു, എനിക്ക് അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന് സ്വപ്നത്തിൽ പറഞ്ഞു. നബിദിനം വരാൻ പോവാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മാസം വരാൻ പോവാണ്, വസന്തം വരാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് ഈ 11-നോ 12-നോ ജനുവരി 11-നോ 12-നോ ആണ് മാസം പിറക്കുക. നിലാവ് കണ്ടതനുസരിച്ചാണ്. 11-ന്റെ അന്ന് രാത്രി തന്നെ തുടങ്ങിക്കോ ഇൻഷാ അല്ലാഹ് മൻഖൂസ് മൗലിദ് ചൊല്ലൂലേ? അതൊക്കെ മൂലയിൽ വെച്ചിട്ടുണ്ടാവുന്ന തുടച്ചെടുത്തേ. ആ മൗലിദ് കിതാബിന്റെ കാര്യം പറഞ്ഞ വാങ്ങാത്ത ആളുകളൊന്ന് വാങ്ങിക്കാം. ഇപ്പൊ അദ്ദാദ് കിതാബൊക്കെ ആയില്ലേ, മുമ്പേ ഉണ്ടാവും, ഞാൻ പുതുതായിട്ട് തന്നൊന്നുമല്ല. എന്നാലും അതൊക്കെ നമ്മൾ തുടങ്ങാൻ ഇൻഷാ അല്ലാഹ് സമയമായി. മാനുഷികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ടെൻഷനിൽ നിന്നും അകലാൻ അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ മാടി വിളിക്കുകയാണ്. റസൂൽ പറഞ്ഞില്ലേ, എന്റെ ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ശഫാഅത്ത് അത് എല്ലാവർക്കുമുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും വലിയ അഹ്ലുൽ കബായിർ, എന്റെ ഉമ്മത്തിൽ ഏറ്റവും വലിയ ദോഷികൾ, അവർക്കും എന്റെ ശഫാഅത്തുണ്ട്. ശഫാഅത്തി, എന്റെ ശഫാഅത്തുണ്ട് ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളിൽ നിന്ന് വൻദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും എന്റെ ശഫാഅത്തുണ്ട് എന്ന് പറഞ്ഞ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ പ്രയാസവുമായി ചെല്ലണം കേട്ടോ. അതിന്റെ മാസമാണ് വരുന്നത്. അയാൾ ഞെട്ടി ഉണർന്നു. റസൂലുള്ളാഹിനെ കിനാവുണ്ടല്ലേ, അങ്ങനെ അയാൾ ഉണർന്നു നോക്കുമ്പോ വേഗം ഉപ്പാന്റെ ജനാസയുടെ അടുത്ത് പോയി വെള്ളത്തുണി അങ്ങ് മാറ്റി നോക്കുമ്പോ അതാ ഫറഅ വജ്ഹ വാലിദിഹി കൽ ബദർ, 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ ഉപ്പാന്റെ മുഖം പ്രകാശിക്കുന്നു, മനുഷ്യമുഖം തിരിച്ചു കിട്ടിയിരിക്കുന്നു. അദ്ദേഹം തീരുമാനിച്ചു, എന്റെ ഉപ്പാനെ രക്ഷപ്പെടുത്തിയത് സ്വലാത്താണ്. ഉപ്പാനെ അങ്ങ് കൊണ്ടുപോയി മറമാടിയിട്ട് തിരിച്ചു വരുമ്പോ ഒരു വിളി കേൾക്കുകയാണ്. യഖൂൽ, ആ വിളിയിൽ നിന്ന് ഇങ്ങനെ പറയുന്ന കേൾക്കുന്നു, നിന്റെ ഉപ്പാനെ പൊതിഞ്ഞ വലിയ പരിഗണനയുണ്ടല്ലോ, അള്ളാന്റെ വക്കെന്ന് അള്ളാഹു നൽകിയ പരിഗണന, വന്തോഷമായ പലിശ തിന്നുക എന്ന തെറ്റ് ചെയ്തിട്ടും നിങ്ങളെ ഉപ്പാൻ അള്ളാഹു പരിഗണിച്ചത്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ അദ്ദേഹം ചൊല്ലിയ സലാത്തും സലാമുമാണ് എന്നങ്ങ് കൂടി കേട്ടപ്പോ ഫആലൈതു അലാ നഫ്സി, എന്റെ ഹൃദയത്തിൽ ഞാൻ ഉറപ്പിച്ചു, അല്ലാ അത്രുകഹാ അലാ അയ്യി ഹാലി കുന്തു, എന്റെ ഏത് അവസ്ഥയിലും ഞാൻ സലാത്ത് ഉപേക്ഷിക്കുകയില്ല. ഫി അയ്യി മകാനിൻ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും ഇനി സ്വലാത്ത് വിട്ടിട്ടൊരു കളിയില്ല എന്ന് ഞാനങ്ങ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ഹജ്ജ് കർമ്മവേളയിലും ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത്. അപ്പൊ മനസ്സിലായില്ലേ ടെൻഷൻ എങ്ങനെ പോക്കണം? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടരെ തൊട്ടും ഈ ഹദീസ് വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഞാൻ നബിയെ അങ്ങയുടെ മേലില് സ്വലാത്ത് ചെല്ലുന്ന എന്റെ ജീവിതത്തിലെ 1/3 ഭാഗമാക്കുകയാണ്. ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ 24 മണിക്കൂറിൽ നിന്ന് 1/3 ഭാഗം തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാൻ ഉദ്ദേശിച്ചു. റസൂലുള്ളാഹി പറയാം, ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്,
വേണ്ട വേണ്ട, അത്രയൊന്നും ചൊല്ലണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. എല്ലാത്തിലും ഉൾപ്പെടുന്ന ഒരു ദിക്റാണ് സ്വലാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹും പെട്ടു, മറ്റു സുബ്ഹാനല്ലാഹും പെട്ടു, ഹസ്ബുനല്ലാഹും പെട്ടു, എല്ലാം പെട്ടൊരു ദിക്റാണ്, ചുരുക്കി ചൊല്ലുന്നൊരു ദിക്റാണ് സ്വലാത്ത്. അതാ പറയാൻ പോകും. റസൂലുള്ളാഹി പറഞ്ഞു, ഇനിയും കൂടുതൽ ചൊല്ലുകയാണെങ്കിൽ നിനക്ക് ഖൈറാണ്. കൂടുതൽ ചൊല്ലാൻ ചൊല്ലുന്നുല്ലോ നബി ഹബീബ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം വീണ്ടും പറഞ്ഞു, എന്നാ പിന്നെ ദിവസത്തിൽ 2/1 ഭാഗം, 2 ഭാഗം, 2 ഭാഗം ചൊല്ലാം. വീണ്ടും പറഞ്ഞു, ഇനി കൂടുതലാക്കുകയാണെങ്കിൽ നിനക്കത് ഖൈറാണ്. അപ്പൊ പറഞ്ഞു, എന്റെ നിസ്കാരം ഫർനിസ്കാരവും അതിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഈ എല്ലാ സമയത്തും അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാം. ഉബയ്യ് ഇബ്നു കഅബും റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത പൊരുത്തത്തിന്റെ ദിക്ർ ഏതാണ്? സ്വലാത്താണ്. അതാ ഇൻഷാ അല്ലാഹ് അടുത്ത റബീഉൽ അവ്വലിന്റെ നടുക്ക് അവസാനത്തെ 10-ലാവുമ്പോഴാണ് ഇനി നമ്മളെ ക്ലാസ് ഉണ്ടാവും. അവിടെ ഡേറ്റ് എഴുതിയിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് ജനുവരി 11-നായിരിക്കും. അന്നത്തേക്ക് നിങ്ങൾ ചൊല്ലി വരേണ്ട ദിക്ർ സ്വലാത്താണ്. അത് ഏത് സ്വലാത്ത് എന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിൽ ഇപ്പോ നിങ്ങളൊക്കെ ഹദ്ദാദ് ചൊല്ലിയിട്ട് വന്നവരല്ലേ? ഹദ്ദാദിലൊരു സ്വലാത്ത് ഉണ്ട് തുടക്കത്തിൽ തന്നെ, നോക്ക് നിങ്ങൾ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അത് ചൊല്ലണം. അത് ഇൻഷാ അല്ലാഹ് ചൊല്ലണം. മനസ്സിലായോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഹദ്ദാദിലുള്ള സ്വലാത്ത് മാത്രം ധാരാളം ചൊല്ലേണ്ടതായ ഒരു സന്ദർഭമാണ് മുന്നിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും 2 സമയത്തായിട്ട് ഇത് പറഞ്ഞതാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് അവരോട് പറഞ്ഞ മറുപടി ഹദീസിന്റെ കിതാബിലുണ്ട്. ഇദൻ യക്ഫീക യക്ഫീ ഹമ്മക വയഗ്ഫിറു ലക ദംബക. 2 വാക്കാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് യക്ഫി ഹമ്മുക, നിന്റെ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരും കേട്ടോ. നിന്റെ മനോരോഗം, മാനസിക വിഷമം, സംഘർഷം, വിഷാദം, നിന്റെ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരും സ്വലാത്തിലൂടെ. സ്വലാത്ത് ചൊല്ലുന്നവന്റെ ഹൃദയത്തിൽ ഉല്ലാസമാണ്, ആനന്ദമാണ്, ആനന്ദത്തിന്റെ പറുദീസയിലൂടെ പാറിക്കളിക്കലാണ്. സ്വലാത്ത് ചൊല്ലുന്നവന് അള്ളാഹു കൊടുക്കുന്ന ഫലം പോരാ, വയഗ്ഫിറു ലക ദംബക, നിന്റെ ദോഷം അള്ളാഹു മാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ 10 സ്വലാത്താ തിരിച്ചു കിട്ടുക. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയം തുടക്കത്തിൽ ചൊല്ലിയ അതിന്റെ ആ ടെൻഷൻ ഇല്ലാതാക്കാനുള്ള ഒരു മരുന്ന് മാത്രമേ ഇപ്പൊ ചൊല്ലിയിട്ടുള്ളൂ. റസൂലുള്ളാഹി പറയാ, മൻ സല്ല അലയ്യ മിഅത്തൻ, എന്റെ മേൽ 100 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ കതബല്ലാഹു ലഹു ബൈന ഐനൈഹി ബറാഅതൻ മിനൻ നിഫാഖ്, അവന്റെ 2 കണ്ണിന്റെ ഇടയിൽ അല്ലാഹു എഴുതും. ഒരു ദിവസം 100 സ്വലാത്ത്, ഒരു ദിവസം 100 സ്വലാത്ത് ഒരാൾ ചൊല്ലിന്ന് വെച്ചോ, അതിന്റെ ഫലാ പറയുന്നത് അയാളുടെ 2 കണ്ണിന്റെ ഇടയിൽ, നെറ്റിന്റെ ആ കണ്ണിന്റെ ഇടയിൽ അള്ളാഹു രേഖപ്പെടുത്തും. നമ്മൾ കാണൂല. എന്താണ്? ബറാഅത്തും മിനൻ നിഫാഖ്. ഇയാൾ മുനാഫിഖല്ല. മുനാഫിഖാണെങ്കിൽ സ്വലാത്ത് ചൊല്ലൂല. ഇയാളെ മുനാഫിഖ് ആകുന്നതിൽ നിന്ന് ഒഴിവാക്കി. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കുറെ സ്വലാത്ത് ഇതൊക്കെ ചൊല്ലും, ഉള്ളിലൂടെ വലിച്ച വാങ്ങുന്നുണ്ടാവും. അള്ളാഹിനെ പേടി ഉണ്ടാവില്ല, നരകത്തെ പേടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു ചിന്തയുമില്ല. ഇത് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ളൊരു സമയമാണ് ഈ ജീവിതം എന്നുള്ള ചെറിയൊരു ചിന്ത അതുപോലും ഇല്ലാത്തവനെ ആ മുനാഫിഖ് എന്ന് പറയാം. അങ്ങനെയുള്ള നിഫാഖിന്റെ ആളല്ല. കാരണം എന്താ? ഓള് സ്വലാത്തിൽ നിന്നുണ്ട്. അള്ളാഹു അങ്ങനെയാ തീരുമാനിക്കുക. സുബ്ഹാനല്ലാഹ്, അവനെ മുനാഫിഖല്ല എന്ന് എഴുതും. വബറാഅത്തും മിനന്നാർ, ഇയാൾ നരകത്തിൽ നിന്നൊഴിവാണ് എന്ന് അവന്റെ നെറ്റിയിൽ എഴുതും. മാത്രമല്ല വഅസ്കനഹു യൗമൽ ഖിയാമത്തി മഅശ്ശുഹദാ, ഖിയാമത്ത് ദിവസത്തിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളോടൊപ്പം താമസിപ്പിക്കും. 3 പറഞ്ഞത്. നിഫാഖ് ഒഴിവായി, നരകത്തിൽ നിന്നൊഴിവായി, 100 സ്വലാത്തല്ലിയാലാണ്. കൂടെ മരിച്ചാല് ഷഹീദായി മരിച്ചവരുടെ കൂടെയാണ്. ദിവസം 100 സ്വലാത്ത് നിത്യമാക്കിയ ആൾ. എത്രയോ ആളുണ്ട് അങ്ങനെ ചൊല്ലുന്നവർ. ഉറങ്ങാൻ കയറുമ്പോ സ്വലാത്ത് ചൊല്ലുക. എന്തും വിഷമിക്കണ്ട. ഏത് വിഷമുണ്ടെങ്കിൽ പോവും. ആഖിറത്തിന്റെ കാര്യമില്ല, ദുനിയാവിന്റെ കാര്യത്തിലുമില്ല, എല്ലാത്തിലും വിഷമം തീരുമെന്നാ പറയുന്നത്.
നിന്റെ റമ്മ് എല്ലാ ഹുസുനും ടെൻഷനും അള്ളാഹു മാറ്റിത്തരും. നിന്റെ കടം കാര്യത്തിലാ വിഷമം, മക്കളുടെ കാര്യത്തിലാ വിഷമം, പെൺകുട്ടികളുടെ കാര്യത്തിലാ വിഷമം, എന്ത് വിഷമാ ഉള്ളത് ആ വിഷമം അള്ളാഹു മാറ്റിത്തരും. കൂടെ നരകത്തുനിന്നും മോചനം. മുനാഫിഖല്ല, മാത്രമല്ല വലിയ പദവി, ശഹീദന്മാരുടെ ആ പദവി ദർജയാണ്. സ്വർഗം ഓരോരുത്തർക്ക് വേറെ വേറെ ഉണ്ടല്ലോ. ശുഹദാക്കളെ കൂടെ ആ സ്വർഗത്തിലായിരിക്കുന്ന സലാത്തിന്റെ മഹത്വം. അപ്പൊ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ? ആ സ്വപ്നത്തിലൂടെ ഒരാള് പലിശയുമായി ബന്ധപ്പെടുമ്പോ അവന് വിഷാദ രോഗമുണ്ടാകാൻ കാരണമാകും. കാരണം എന്താ? പിശാചിന്റെ ബാധയുണ്ടാവും. പരിപൂർണമായും ബാധിക്കുന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും പലിശ വാങ്ങുന്നവരൊക്കെ ഇപ്പൊ ബോധം കെട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. അതിന്റെ ചെറിയ ചെറിയ ഫലങ്ങളുണ്ടാകും. ശൈത്താൻ നിന്നെ ഫക്കീറായി പോവടാ എന്ന് ടെൻഷൻ അടുപ്പിച്ചുകൊണ്ടിരിക്കും. പലിശയുടെ സൈക്കോളജി എന്താണ്? വ്യായാമമില്ലാതെ ശരീരം അനങ്ങാതെ പണക്കാരനാണ്. ഫക്കീറാകാനും പാടില്ല, തടി അനങ്ങാനും കഴിയില്ല. ഉത്തരവാദിത്തം ഇല്ലാതെ തടി അനങ്ങാതെ ഇരിക്കുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാവുക. ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ ശ്രീ രവിശങ്കർ എന്ന് പറയുന്ന ഒരു ഹിന്ദു സന്യാസി, ആള് വിശ്വാസമാണ് എങ്കിലും അയാൾ പറയുന്നതൊക്കെ ഖുർആനിൽ ഹദീസിനൊക്കെ കോപ്പി അടിച്ചതുപോലുള്ള കുറെ വാചകങ്ങളാണ്. അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ഫാൻസ് മനോരമ പത്രത്തിന്റെ ഒരു പേജ് ഫുള്ള് ചെലവാക്കിയിട്ടുണ്ട്. അതിലൊരു ഡയലോഗ് ഞാൻ വായിച്ചു. ഇന്നത്തെ വിഷയവുമായി ബന്ധിച്ച് ഒരാള് തടി അനങ്ങാതെ ഉത്തരവാദിത്ത ബോധമില്ലാതെ ഒരു ലക്ഷ്യമില്ലാതെ നടക്കുമ്പോഴാണ് മനസ്സിന് വിഷമം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിജ്ഞാനത്തിലൂടെയും ധ്യാനത്തിലൂടെയും കർമ്മത്തിലൂടെയും നിങ്ങൾ ശാന്തി നേടുക. അതാണ് ഇപ്പോൾ ക്ലാസ് തരുന്നത്. ശാന്തി ഉണ്ടാകാനുള്ള ദിക്ർ നൽകുന്നത്. അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ട് പണമുണ്ടാക്കണം, മെനക്കെട്ടുകൊണ്ട്. ഇരുന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരു വഴിയും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അത് മനുഷ്യന് മനോരോഗമുണ്ടാക്കുന്നതാണ്. അവനെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിച്ചുകൊണ്ടിരിക്കും. ഓരോരുത്തർക്കും ഓരോ ടെൻഷനായിരിക്കും. പണമില്ലാതെ, വീടില്ലാതെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പിരിഞ്ഞിട്ട്, ഇതൊക്കെ ശരീരത്തിന് മനസ്സിന് വല്ലാതെ ബാധിക്കുമ്പോഴാണ് ഹൈപ്പർ ടെൻഷനായി മാറുന്നത്. അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെയായാൽ അവന്റെ മുഖം ഗൗരവത്തിലായി, അവൻ ആരോടും മിണ്ടാത്ത അവസ്ഥയായി, പണം പെരുകുന്നത് മാത്രമേ ചിന്തയുള്ളൂ. ഒരണ പോലും പാവപ്പെട്ടവന്റെ പോക്കറ്റിലേക്ക് അവന്റെ ജീവിതത്തിൽ നിന്ന് പോകൂല. കണ്ണുചോരയില്ലാത്ത ആളായി, ഹൃദയത്തിൽ മനുഷ്യത്വമില്ലാത്ത പിശാച് ബാധിച്ചവനെ പോലെയായി അവൻ മാറും കേട്ടോ. അവൻ ഈമാനെന്നെ ഉണ്ടാവില്ല. ഈമാനുണ്ടെങ്കിലല്ലേ മനുഷ്യന്മാരോടൊക്കെ കാരുണ്യം ഉണ്ടാവുള്ളൂ. ഈമാന് തന്നെ തെറിച്ചു പോകും. ഹദീസിലും ആയത്തിലുമായിട്ട് ലോകത്ത് എല്ലാ പ്രമാണങ്ങളും ഇസ്ലാമിന്റെ അന്വേഷിച്ചാൽ രണ്ടാളോട് മാത്രമേ അള്ളാഹ് യുദ്ധം കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഞാൻ അവനോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് രണ്ടുപേരോടാണ്. ഒന്ന് ഹദീസിലുള്ളത്, മൻ ആദാനി വലിയൻ, എന്റെ ഒരു വലിയന് കറാമത്തില്ല, അല്ലെങ്കിൽ അയാൾ മോശമാണ് എന്ന് പറഞ്ഞ് എന്റെ ഒരു വലിയനോട് ഒരാൾ കളിച്ചാൽ ഫഖദ് ആസൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, അവനെ അള്ളാഹു വാളെടുത്ത് വെട്ടു എന്നല്ല, അവൻ മരിക്കുമ്പോൾ ഈമാൻ കിട്ടൂല, അവന്റെ ഈമാൻ അങ്ങ് തെറിച്ചു പോയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഔലിയാക്കളോട് കളിച്ചാൽ അവന്റെ ഈമാന് പോകും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇതൊക്കെ ലോകത്തുള്ള ഹദീസ് തന്നെയാണ്, അത്ഭുതപ്പെടേണ്ട. ഇത് കണ്ടിട്ട് തന്നെയാണ് കളിക്കുന്നത്. കാരണം എന്താ? നരകത്തിൽ കുറെ സീറ്റുകൾ ബാക്കിയുള്ളത് കൊണ്ട് ചില ആളുകൾ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഔലിയാക്കളുമായി ബന്ധപ്പെട്ടതിനൊക്കെ നമ്മൾ വലിയ പേടിയോടെ മാറ്റപ്പെടുത്തുന്നതിന് എന്തുകൊണ്ടാ? അവരോടെങ്ങാനും അതവുകേടായിപ്പോയാൽ അതിന് കിട്ടുന്നത് രോഗമോ ആക്സിഡന്റോ ഒന്നുമല്ല, ഈമാന് തന്നെ മരിക്കുമ്പോ കിട്ടൂല എന്നുള്ളതാണ്. ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഔലിയാക്കളോട് കളിച്ചാൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അള്ളാഹു, ഇത് റസൂലുള്ളാഹിനെ കൊണ്ടാണ് പറയിപ്പിച്ചതെങ്കിൽ അല്ലാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ നേരിട്ട് ഞാൻ അവനോട് യുദ്ധം ചെയ്യും. ഞാൻ മാത്രമല്ല, എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഞങ്ങളൊക്കെ അവനോട് പിണക്കമാണ്, അവനോട് ഞാൻ എതിരാണ്, അവനോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടെങ്കിൽ അത് മനോരോഗമുണ്ടാക്കുമെന്ന് ചർച്ച ചെയ്തുകൊണ്ട് വന്ന പലിശ.
അതാണ് ഞാൻ ആയത്താക്കി ഓതാം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. വദറൂ മാ ബഖിയ മിനൽ റിബാ, നിങ്ങൾ പലിശ വാങ്ങരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി പലിശ ആരെയെന്നെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ മുടക്ക്, നിങ്ങളുടെ ആ സംഖ്യ, കൊടുത്ത സംഖ്യ തന്നെ, അതിന്റെ ആ മാസ്റ്റർ സംഖ്യ വാങ്ങണം. അതിന് പലിശ ഈടാക്കരുത്. വാങ്ങാൻ ഇനി ബാക്കിയുള്ളതിനെ വിട്ടേക്കുക. വാങ്ങിയതിന് അല്ലാഹു മാപ്പാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വാങ്ങരുത് കേട്ടോ. വദറൂ മാ ബഖിയ മിനൽ റിബാ, പലിശയിൽ നിന്ന് ബാക്കിയുള്ളതിനെ നിങ്ങൾ വിട്ടുകളയണം, തള്ളി അതിനെ എഴുതി തള്ളണം. എന്തുകൊണ്ട്? ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇത് സ്വീകരിക്കണം. ഫഇല്ലം തഫ്അലൂ, ഇനിയും നിങ്ങൾ ഞാൻ പ്രഖ്യാപിച്ചതിന് ശേഷം പലിശയാണ് തിന്നാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവും റസൂലും നിങ്ങളോട് യുദ്ധം കൊണ്ട് പ്രഖ്യാപിക്കുന്നു. ഖാലല്ലാഹു അസ്സ വജൽ, ജല്ല ജലാലുവായ റബ്ബ് പറയുന്നു, അവനോട് ഞാനും എന്റെ റസൂലും യുദ്ധം കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് ഇജ്തനിബു സബഅൽ മൂബിഖാത്ത്, 7 വന്തോഷങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. 7 വന്തോഷങ്ങളെ എണ്ണിക്കൊണ്ട് വരികയാണ് നമ്മൾ. അതിൽ ഒന്ന് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്ക് വെക്കുക, അത് പറഞ്ഞു. വസ്സിഹ്റു, മറ്റൊന്ന് സിഹ്ർ ചെയ്യൽ, പിശാചുമായി സഹവസിക്കൽ, അവനോട് കൂടൽ. വഖത്ലുൻ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു അവകാശം പറയാത്ത, കൊല്ലാൻ പറയാത്തയാളെ വെറുതെ കൊല്ലൽ. വഅക്ലുർ റിബാ, 4-മത്തതാണ് ഒരു മനുഷ്യൻ പലിശ തിന്നുക എന്നുള്ളത്. പലിശ ചെറിയ വിഷയമായിട്ടാണ് നമ്മളൊക്കെ കരുതിയത്. ഓ, എന്തൊരു ലാഭമാണ്, ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി, ഭർത്താവിന് പണിയൊന്നുമില്ല, നിങ്ങൾ പള്ളിയിൽ പോയി വരാം, അവിടെ പോയി വരാം, നല്ല ദിക്റുകളിലും ക്ലാസ്സിനും പോകും, ഒക്കെ ഉണ്ട്. ബാങ്കിൽ നിന്ന് ഇങ്ങനെ 10,000 മാസത്തിൽ വരികയാണ്. കാരണം 10 ലക്ഷം ആൾത്തിരിക്കുന്നത്, എത്രയാ കിട്ടാന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് കണക്ക് തെറ്റിപ്പോയി എന്നാരും പറഞ്ഞേക്കല്ല. ഏതായാലും 10 ലക്ഷത്തിന് 10,000 എന്ന് വിചാരിക്കാം. അങ്ങനെ കിട്ടുന്നെങ്കിൽ നമുക്ക് കുശാലായിട്ട് ജീവിക്കാലോ. എന്ത് കുശാലും? ഓഹരി വിപണിയിൽ പൈസയുടെ, നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുക. ആ പൈസക്ക് ഏതെങ്കിലും കച്ചവടം എടുത്തിട്ടിരുന്നെങ്കിൽ ഇന്ന് വലിയ കോടീശ്വരനായത്. ആ 10 ലക്ഷം ഇപ്പോഴും ബാങ്കിലുണ്ട്. പണ്ട് 10 ലക്ഷത്തിന് കിട്ടുന്ന സ്വർണ്ണം ഇന്ന് ആ 10 ലക്ഷം കൊണ്ട് കിട്ടുമോ? മണ്ടന്മാരല്ലേ ഈ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇടുന്നവര്, അല്ലേ? ആ പൈസ അവിടെ തന്നെ ഉണ്ട്. അതിന്റെ 10,000 തിന്നത് ഇന്നിപ്പോ ലാഭമായിട്ട് കച്ചവടത്തിൽ കിട്ടുമായിരുന്നു. അള്ളാഹു കച്ചവടം ഹലാലാക്കി. വഅഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം അള്ളാഹു ഹലാലാക്കി. വഹറമ റിബാ, പലിശയെ അള്ളാഹു ഹറാമാക്കി. അതാ അള്ളാഹ് പറയുന്നത്. നമ്മൾ ഹറാമിനെടുത്തു, കച്ചവടം നഷ്ടം വരും, ഭയങ്കര പേടിയാണ്, ടെൻഷനാണ്, മനോരോഗം. അതേ ടെൻഷൻ. എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത്? അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ പണക്കാരനാക്കാൻ ഒരു വഴിയാണ് നീ കച്ചവടം തുടങ്ങുക എന്നുള്ളത്. പലിശക്ക് ഇങ്ങനെ വെച്ചാൽ ആ പൈസ ഹലാക്കാവുന്ന അള്ളാഹ് ഉറപ്പിച്ചു പറഞ്ഞതുമാണ്. പലിശന്റെ പൈസ അത് തകർന്നു പോകും, അവന്റെ മക്കൾക്ക് അത് കിട്ടൂല. മക്കൾക്ക് കിട്ടിയാലോ മക്കളെ മക്കൾക്ക് അത് കാണൂല. എങ്ങനെയെങ്കിലും അത് തകർന്നു പോകും. പാരമ്പര്യ സ്വത്തായി പലിശ മുതൽ ബാക്കിയാവൂല. കച്ചവടം തുടങ്ങിയാലോ, എൻ്റെ ഉപ്പാപ്പ പണ്ട് തുടങ്ങിയ ഷോപ്പാണ്, ഇന്ന് മക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ വലിയ വലിയ മുതലാളിമാരായി നടക്കുന്നവരുടെ ഉപ്പാനുപ്പ സമ്പാദിച്ചിട്ട പൈസയാണ്. അവരെല്ലാം പലിശയിൽ നിന്ന് ഒരണ പോലും സ്വീകരിക്കാതെ പൂർണ്ണമായും മേലണങ്ങി ടെൻഷൻ അടിച്ച് അതിനുവേണ്ടി ഓടി നടന്ന് ബോംബെയിൽ പോയി സാധനം കൊണ്ടുവന്ന് ഇവിടെ കച്ചവടാക്കി. അതൊക്കെ ബർക്കത്തുള്ളതാണ്. അതേസമയം പലിശ കിട്ടവർ പരിശുദ്ധ ഖുർആനാണ്. പലിശയെ അള്ളാഹു മായ്ച്ചു കളയും. പലിശയുമായി ബന്ധപ്പെട്ട മുതൽ അതിങ്ങനെ ഉപ്പിലിട്ട ചട്ടിയിൽ ഉപ്പിട്ട് വെച്ചതുപോലെ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി പോകും. കച്ചവടക്കാർക്ക് ഭയങ്കര പേടിയായിരിക്കും. ഇടക്കിടക്ക് ഹദിയ ചെയ്യും, സദഖ കൊടുക്കും. കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. അതെ, ഇന്നലെ ഞാൻ ഈ മർക്കസ് സമ്മേളനത്തിന് പോയി. ഓരോരുത്തർ കൊടുക്കുന്നത് 3 ലക്ഷവും 4 ലക്ഷവും മുതലാളിമാർ ഈ 10 റുപ്യ കൊടുക്കുന്നത് പോലെ അവർക്ക് അതിൻ്റെതായ ഫലം കിട്ടും. സ്വതക്കയെ അള്ളാഹു അധികരിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്
7 ദോഷങ്ങളിൽ നിന്ന് 4ാമത്തത് പലിശ തിന്നലാണ്. അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വയറു നിറക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവും റസൂലും അവനോട് എതിരാണ്. അവൻ വലിയ നാശത്തിലാണ്. അവൻ ഇങ്ങനെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നുണ്ടാകും, ദിക്ർ ചൊല്ലുന്നുണ്ടാകും, എല്ലാ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുണ്ടാകും. അവന്റെ ഉള്ളിൽ മുനാഫിഖായിരിക്കും. അവൻ വെറും ഫാഷനാക്കാനോ പ്രകടനം നടത്താനോ മാത്രമാണ് ദിക്ർ ചൊല്ലുന്നത്. പലിശയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പലിശ വാങ്ങുന്നെങ്കിൽ അവന് ഈമാനില്ല എന്ന് തന്നെയാണ് അടയാളം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, നോക്കൊരു കഥ പറയാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. നമ്മുടെ മൻഖൂസ് മൗലൂദ് എഴുതിയ സൈനുദ്ദീൻ അൽ മഖ്ദൂമി തങ്ങളുടെ ഉസ്താദാണ്. പൊന്നാണി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, അവരുടെ ഉസ്താദാണ് ഇബ്നു ഹജറുൽ ഹൈതമി. തുഹ്ഫ എന്ന് നമ്മളെപ്പോഴും പറയാറുള്ള കിതാബിന്റെ മുസന്നിഫ്. വലിയ മഹാനാണ്, വലിയ കറാമത്തുകൾ കണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ കറാമത്ത് ഖബറിലുള്ള ആളുകളുടെ ശിക്ഷ അദ്ദേഹത്തിന് കാണാനും കേൾക്കാനും കഴിഞ്ഞിരുന്നു എന്നതാണ്. അദ്ദേഹം ഒരു രാത്രി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. എവിടെ? തന്റെ മരിച്ചുപോയ പിതാവിന്റെ ഖബറിസ്ഥാനിൽ, ഖബറിന്റെ അടുക്കൽ, തന്റെ നാട്ടിലെ ഖബറിന്റെ ആ പള്ളിയുടെ ഓരത്തുള്ള ഖബറിസ്ഥാനിൽ ബാപ്പായുടെ ഖബറിനടുത്തൊരു കസേരയും വെച്ച് ഖുർആൻ ഓതുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്, റമദാൻ മാസമാണ്. പുണ്യമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പിതാവിന്റെ ഖബറങ്ങ് സിയാറത്ത് ചെയ്യാമെന്ന് കരുതി അദ്ദേഹം പാതിരാത്രിക്ക് ശേഷം അങ്ങ് ഖുർആൻ എടുത്ത് ഓതുമ്പോ ഇരുട്ടായ ഖബറിസ്ഥാനിൽ ഒരു കരച്ചിൽ കേൾക്കുന്നു. ആ ആ ആ എന്നുള്ള ഒരു വേവലാതി, ഒരു വല്ലാത്ത വേദനയുടെ വിളി ഖബറിൽ നിന്ന് കേൾക്കുകയാണ്. ഏത് ഖബറാണതെന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോ ഒരു വെള്ള സിമന്റ് കൊണ്ട് പൊതിഞ്ഞ ഒരു ഖബർ. ഇത് സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരു ഈ ഇഷ്ടികയൊക്കെ വെച്ചിട്ട് സിമന്റ് കൊണ്ട്, വെള്ള സിമന്റ് ആണോ, സിമന്റ് കൊണ്ട് കെട്ടിയ അന്നാട്ടിലെ ഒരു പ്രമാണിയുടെ ഖബറാണ്. ആ ഖബറിൽ നിന്ന് കേൾക്കുന്നു. സുബഹി വരെ കേട്ടു. സുബഹി ബാങ്ക് കൊടുക്കാനാകുമ്പോ ശബ്ദം നേരിയതായി മാറി ചെറുതായി വന്നു. ആ ശബ്ദം നിലച്ചു. സുബഹി ആവലോട് ശബ്ദം നിലച്ചു. രാത്രി മുഴുവൻ ഇരുട്ടത്ത് എന്നുള്ള ശബ്ദം. അദ്ദേഹം നേരെ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് അന്നാട്ടിലെ പ്രായമുള്ള ഒരു മനുഷ്യനെ പോയി കണ്ടു. ആ ഖബർ ആരുടേതാണ് എന്ന് ചോദിക്കാൻ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം മുലാസിമുൽ മസ്ജിദി വസ്സലാത്തി വസ്സുംതി അനിൽ കലാം. സുബ്ഹാനല്ലാഹ്. എപ്പോഴും പള്ളിയിലുണ്ടാവും, ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കാരത്തിനുണ്ടാവും, എപ്പോഴും പള്ളിയിൽ തന്നെ ഉണ്ടാവും. മാത്രമല്ല വസ്സുംതു അനിൽ കലാം, ആരോടും കൂടുതൽ സംസാരിക്കൂല. നല്ല ചിട്ടയുള്ളയാളാണ്. സംസാരം വെറുതെ നടത്തുന്നയാളല്ല, സംസാരത്തെ സൂക്ഷിക്കുന്ന ആളായിരുന്നു. എന്തു പറ്റി ഇയാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ? അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. ഇതൊക്കെ വെറും പുറമോടിയാണ് എന്ന് ഈ ഖബറിലെ സംഭവം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി. മഹാനവർകൾ അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പാകപ്പിഴവ് അന്വേഷിച്ചപ്പോ കിട്ടി. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. അവസാനം അദ്ദേഹത്തിന് പ്രായമായി വന്നപ്പോ അദ്ദേഹത്തിന് പേടിയായി, എന്റെ മുതലങ്ങ് തീർന്നു പോകുമോ, എന്നെ പ്രായമായ സമയത്ത് വാർദ്ധക്യ ദിശയിൽ നോക്കാൻ ആളില്ലാതാകുമോ, എന്റെ പണം ഞാൻ പലിശക്കിടാമെന്ന് കരുതി പലിശക്ക് അദ്ദേഹം തന്റെ സാധനങ്ങളെ ഷോപ്പിലെ എല്ലാ ഷോപ്പ് വിറ്റിട്ട് അതിന്റെ പണം മുഴുവനും പലിശക്ക് അങ്ങ് ഇട്ടുവച്ചു. അതിന്റെ മുതൽ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വയസ്സാം കാലത്ത് തിന്നിരുന്നത്. അതിനിടയിലാണ് അദ്ദേഹം മരിച്ചുപോയത്. അദ്ദേഹത്തിന് തൗബ ചെയ്യാൻ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. അത് തന്നെയാണ് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ ശിക്ഷ ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും
എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കുന്ന, ശാന്തി ഉണ്ടാകുന്ന ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി പോലും ഖബറിന്റെ ശിക്ഷയിൽ ഇളവ് നൽകപ്പെടാതെ ഇങ്ങനെ അലറി വിളിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചത് ഈ വലിയ തെറ്റുകൊണ്ട് തന്നെയാണ്. ബഹുമാനപ്പെട്ടവർ ചിന്തിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വഹുവ അശദ്ദു ഇൻദല്ലാഹി മിൻ 36 സനിയ, 32 വട്ടം സിനാ ചെയ്യുന്നതിന്റെ ശിക്ഷയാണ് ഒരു അണ പലിശയുടേത് തിന്നുന്നത്. ദിർഹമും വാഹിദുൻ, ഒരു ദിർഹം അഥവാ ഏകദേശം 100 രൂപക്ക് വരുന്ന ഒരു ദിർഹം ഒരാൾ പലിശയുടേത് വയറ്റിലാക്കിയാൽ 32 വട്ടം 36 വട്ടം സിനാ ചെയ്ത കുറ്റമാണ്. തൊബറാനി ഇമാം, ഹക്കീം ഇമാം, അതുപോലെ തന്നെ മഹാന്മാരൊക്കെ റിവായത്ത് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പലിശ തിന്നുക എന്ന് പറയുന്നത് 73 ബാബായിട്ട് പറയാൻ പറ്റും. പലിശ പല 73 ബാബുണ്ട് അതിന്റെ ശിക്ഷകൾ. വലിയ പലിശ, ചെറിയ പലിശ, അങ്ങനെ ഓരോ പലിശന്റെ ഇനങ്ങൾ വ്യത്യാസപ്പെടും, അതിന്റെ തെറ്റുകൾ വ്യത്യാസപ്പെടും. അതിൽ നിന്ന് ഏറ്റവും ചെറുത് ഐസറുഹ, ഏറ്റവും ചെറുത് മിസ്ലു അൻ യൻകിഹ റജുലു ഉമ്മാനെ പീഡിപ്പിക്കുന്നത് പോലെയാണ്. ഇപ്പൊ പീഡനത്തിന്റെ കാലമാണല്ലോ. സ്വന്തം മാതാവിനെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് വെക്കുക അത്ഭുതമൊന്നുമല്ല, പത്രത്തിലുള്ള വാർത്തയൊക്കെ അതാണ് ഇപ്പൊ കാണിക്കുന്നത്. അങ്ങനെ ഒരാൾ ഉമ്മയെ പീഡിപ്പിച്ചാൽ അയാൾക്ക് കൊലക്കുറ്റം കൊടുക്കണ്ടേ വേണ്ടേ? എല്ലാവരും പറയും. ഡൽഹിയിലൊക്കെ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് കൊല്ല തന്നെ വേണം. പണ്ട് ഇസ്ലാം പണ്ടേ പറഞ്ഞു എറിഞ്ഞു കൊല്ലണം, അവനെ വധിക്കണം, നാട് കടത്തണം. അപ്പോഴൊക്കെ പറഞ്ഞു പ്രാകൃതമായ മതം, ഒരു തെറ്റ് ചെയ്തതിന് അങ്ങനെയൊക്കെ ചെയ്യണോ? ഇപ്പൊ എല്ലാരും ഒന്നായിട്ട് പറയുന്നുണ്ട് കൈയും കാലും വെട്ടണമെന്ന്. ചിലര് എറിഞ്ഞു കൊല്ലണമെന്നല്ല, തലക്ക് കത്തി വെച്ചിട്ട് കഷണമാക്കണം, കഴുത്ത് തന്നെ വധശിക്ഷ കൊടുക്കണോ? കേരളത്തിൽ ഒരാൾക്ക് കൊടുത്തിട്ടും ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? അത്രയും വലിയ തെറ്റാണ് ചെറിയ പലിശയുടെ തെറ്റ്, ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യം. അതാണ് അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ രാത്രി വന്ന് കണ്ടത്. അതും പറഞ്ഞത് ഒരു കൂട്ടർ അതാ വയറ് വലിയ വയറായിട്ട്, വീട് പോലുള്ള വയറ്, വലിയൊരു വീട് പോലെ ഉണ്ട് ഓരോരുത്തരുടെ വയറ്, അതിങ്ങനെ ചെരിഞ്ഞിട്ട് വീണിട്ടുണ്ട് അവിടെ. എന്നിട്ടോ അതിന്റെ ഉള്ളില് പാമ്പുകളാണ്, തേളുകളാണ്. മൻ ഹഉലാഇ യാ ജിബ്രീൽ, ഈ വലിയ വയറന്മാർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അതിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് ഹഉലാഇല്ലദീന യഅ്കുലൂന റിബാ, ഇവർ പലിശ തിന്നുന്ന ആളുകളായിരുന്നു. എന്തപ്പോ പലിശ? പലിശ കാര്യമായിട്ട് ബാങ്കിൽ വെക്കൽ മാത്രം. ലോട്ടറി പലിശയാണ്, ലോട്ടറി ടിക്കറ്റ്. കാരണം എന്താ? മേലനങ്ങാത്ത പൈസയാണ്. അത് നമ്മൾ 10 രൂപ കൊടുത്തിട്ട് കുറേ വാങ്ങുന്നതാണ്. ഒരു കച്ചവടമല്ലാത്ത രൂപത്തിൽ പൈസ കൊടുത്ത് കൂടുതൽ പൈസ കിട്ടുന്നതൊക്കെ പലിശയാണ്. മൻ ജറ മൻഫഅതൻ ഫഹുവ റിബ, കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. കടം കൊടുത്ത് അതിന് പ്രതിഫലം, കടം കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുമ്പോൾ കിട്ടുന്നതൊക്കെയും അതിന്റെ കൂടെ കൂടുതൽ കിട്ടുന്നതൊക്കെയും പലിശയാണ്, ഒക്കെ പലിശയാണ്. അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചതാണ് പലിശ. നമ്മള് ബാങ്കിൽ നമ്മൾ വെച്ചിട്ടില്ല. ഒരാൾ പറയും എന്റെ കയ്യിൽ അക്കൗണ്ട് ഇല്ല, അതുകൊണ്ട് നിന്റെ അക്കൗണ്ടിൽ ഒന്ന് വെച്ചേ, നിന്റെ അക്കൗണ്ടിൽ ഒന്ന് പൈസ എടുത്ത് തന്നെ, അല്ലെങ്കിൽ നീ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി, ഞാൻ എത്രയാ പൊന്ന് വെക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ ആ പെൺകുട്ടി വിളിച്ചിട്ട് പറയാ ഈ ഒരു മാല കൊണ്ടുപോയി വെച്ചിട്ട് ഇത്ര പൈസ കൊണ്ടുപോവാ, ഓക്കെ ഞാൻ സഹായിക്കാം. ആ സഹായം വരെ ചെയ്യാൻ പാടില്ല. പലിശയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പലിശക്ക് വേണ്ടി ഒരാൾ നിന്ന് കൊടുക്കാൻ പാടില്ല, അക്കൗണ്ട് എടുത്തു കൊടുക്കാൻ പാടില്ല, അയാളോടൊപ്പം വണ്ടിയിൽ സഞ്ചരിക്കാൻ പാടില്ല. അയാൾ തരുന്ന പൈസ അത് പൊതുവായിട്ട് ചെയ്യാന്നാണ് ചില ആൾ പറയുന്നത്. പൈസ അത് ഹിന്ദുക്കൾക്ക് പോകണ്ട, കാഫിരീങ്ങൾ അതിനു വേണ്ടി ആ പൈസ കൊണ്ട് നമ്മളെ ആക്രമിച്ചു കളയും, അതുകൊണ്ട് പൊതു മസ്ലഹത്ത്, അങ്ങനെ ഒരു മസലൊന്നുമില്ല. അത് ചില ആൾ ഉണ്ടാക്കിയതാണ്. അള്ളാഹു അല അത് കാവിമാർ ചോദിക്കണം. നമ്മൾ പഠിച്ചെടുത്തു അതൊന്നുമില്ല. പലിശ ഒരു തുണ്ട് പൈസ പോലും കീശയിലേക്ക് വരാൻ പാടില്ല. അക്കുലുർ റിബ, പലിശ തിന്നൽ എന്ന് പറഞ്ഞത് തിന്നൽ മാത്രമല്ല, പൈസ സമ്പാദിക്കലെന്നായിട്ട് അർത്ഥം. അപ്പൊ തിന്നുന്നില്ല, വേറെ കുറേനാ ഉപയോഗിക്കുന്നത് വീടെടുക്കാൻ എന്ന് പറഞ്ഞ് പലിശന്റെ വീടെടുക്കാൻ പറ്റുമോ? ഇല്ല. പലിശയുമായി ബന്ധപ്പെട്ട ഒന്നും അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിട്ട്
പിന്നെന്തിനാ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി പഴുതുകൾ ഉണ്ടാക്കി നമ്മൾ നിയമത്തെ കൊല്ലുന്നത്? അള്ളാഹുവിനെ വഞ്ചിക്കാൻ നോക്കുന്നത്? അള്ളാഹുവിനെ പറ്റിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട് ആകില റിബാ, പലിശ മേടിക്കുന്നവൻ, പലിശ തിന്നുന്നവൻ എന്ന് അർത്ഥം പറയാൻ പാടില്ല. പലിശ മേടിക്കുന്നവൻ തിന്നാലും ഇല്ലെങ്കിലും പലിശ മേടിക്കുന്നവൻ അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. ഓ മൂക്കിലഹു, തീറ്റിക്കുന്നവൻ അവനെ വായിലേക്ക് ഇട്ടുകൊടുക്കണമെന്നില്ല. പൈസ വേറെ ആൾക്ക് പലിശയായി കൊടുക്കുക, ബാങ്കിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, നമ്മൾ ബാങ്കിലേക്ക് കെട്ടൽ, അതും തെറ്റാണ്. അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. വകാതിബഹു, പലിശക്ക് വേണ്ടി എഴുതുന്ന ജോലി, ബാങ്ക് അക്കൗണ്ടർ, ബാങ്കിലാ ജോലി, ഭയങ്കര ജോലിയാണ്. ബാങ്കിലെ ജോലിക്കാരൊക്കെ വലിയ കസേര ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട്? അവരുടെ വയറ് ആസറത്തിൽ ഇങ്ങനെ വീർക്കും. അത് ദുനിയാവിൽ അതിന്റെ ഫലം കാണുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞല്ലേ. അപ്പൊ ആദ്യം വലിയ കസേര അവർക്ക് വെച്ചു കൊടുത്തേ, ഓരോരുത്തരെ വയറ് വീർക്കുന്നതനുസരിച്ച് ആ വയർ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ എന്ന് വെച്ച് വലിയ കസേരയാണ്. നിങ്ങൾ നോക്കി ബാങ്കിൽ പോയിട്ട് വലിയ കസേരയായിരിക്കും ബാങ്കിലെ ആളുകൾക്കൊക്കെ ഉണ്ടാവുക. അങ്ങനെ എഴുതുന്ന ആളുകൾക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപമുണ്ട്. പലിശക്ക് സാക്ഷി നിൽക്കുന്നവർക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപമുണ്ട്. എന്നിട്ട് ഹബീബ് പറയുന്നു, വഹും സവാ, വാങ്ങിയവനായാലും കൊടുത്തവനായാലും എഴുതിയവനായാലും പോയി കൂടെ പോയ ആ പെണ്ണുങ്ങളായാലും പോകുമ്പോ കൂടെ പോയതാ, ബാങ്കിൽ ഓളെ കൂടെ പോയതാ എന്ന് പറഞ്ഞ ഓളായാലും തെറ്റിൽ സവാഉൻ, എല്ലാവരും സമമാണ് കേട്ടോ. അത് ചെയ്യൂല. ബാങ്കിലേക്ക് എത്രയും കൊടുക്കും, പക്ഷെ പള്ളിക്കൊരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ കൊടുക്കാൻ വിചാരിക്കും. മറ്റോ കൊടുക്കുന്നല്ലോ, ഓൻ കൊടുക്കുന്നത്. മറ്റോന്റെ കാര്യം എന്തിനാ? നമ്മുടെ ആഖിറം, നമ്മുടെ കിതാബ് നമ്മളെ കയ്യിലാണ്, അത് വേറെ ആളെ കയ്യിലല്ല. ആ കിതാബിലേക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം. ചില ആള് ചെയ്യും, പലിശന്റെ കിട്ടിയ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാ എല്ലാരും ചിന്തിക്കുക. അത് അള്ളാഹു സ്വീകരിക്കുകയുമില്ല. പലിശയുടെ മുതല് സ്വതക്ക ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടോ ഉസ്താദെ എന്ന് ചിലപ്പോ നിങ്ങൾ ചോദിക്കും. അള്ളാഹു ഒരിക്കലും ഇങ്ങനെയുള്ളതായ സ്വതക്ക സ്വീകരിക്കുകയില്ല. ലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്, നല്ലത് മാത്രമേ അള്ളാഹ്ക്ക് പറ്റുള്ളൂ. പലിശയെ അള്ളാഹു വെറുത്തിട്ടുണ്ടെങ്കിൽ ആ പലിശ അള്ളാഹ്ക്ക് സ്വതക്ക കൊടുക്കുക. സ്വതക്ക അള്ളാഹുവിന്റെ പേരിൽ കൊടുക്കുകയല്ലേ, ആ സ്വതക്ക അള്ളാഹ് സ്വീകരിക്കൂല. അത് ഞാൻ വെറുതെ പറയല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യഖ്ബലുല്ലാഹു മിൻ ആകിലി റിബ, സ്വതക്ക അള്ളാഹ് സ്വീകരിക്കൂല. ആരിൽ നിന്ന്? റിബ, പലിശക്കാരിൽ നിന്ന് സ്വതക്ക സ്വീകരിക്കൂല. വലാ ജിഹാദൻ, അവൻ ഈ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താലും സ്വീകരിക്കൂല. വലാ ഹജ്ജും സ്വീകരിക്കൂല. പലിശയുടെ മുതൽ അവന്റെ ഹജ്ജ് അള്ളാഹ് സ്വീകരിക്കൂല. വലാ സിലത്ത, കുടുംബബന്ധം ചേർത്തത്, കുടുംബക്കാർക്കൊക്കെ നല്ല പൈസ കൊടുക്കും. എന്താ ഈ പലിശന്റെ പൈസയാണ്? ആ ഒരു ബന്ധമുണ്ടാക്കിയത്, കുടുംബബന്ധം ചേർത്തത്, ആ സ്നേഹമുണ്ടാക്കിയത് അള്ളാഹുവിന്റെ അടുക്കൽ മഖ്ബൂലല്ല. സുബ്ഹാനല്ലാഹ്. കടം ഉള്ളത് കൊണ്ട് സ്വർണം പണയം വെക്കാൻ ചോദിച്ചു, അതിന് സ്വർണം കൊടുക്കാൻ പാടുണ്ടോ? അത് പലിശയിൽ പെടുമോ? അതെന്നോട് ചോദിക്കേണ്ട, അത് ആളുകളോട് ചോദിച്ചാൽ മതി. പലിശ എങ്ങനെ സഹായിക്കുന്നെങ്കിലും തെറ്റാണ് എന്നാണ് അള്ളാഹു റസൂലും പഠിപ്പിച്ചത്. അത് ഹലാലാക്കാൻ ഈ പാവപ്പെട്ടവന് കഴിയില്ല. പലിശക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റൂല, അതിന് മസല തന്നെയാണ്. അതങ്ങനെയാണ്. ഒരാള് ശവം തിന്നാന്ന് പറഞ്ഞല്ലോ, ശവം തിന്നൽ ഹറാമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അയാൾ തിന്നോട്ടെ, നമ്മളെ വീട്ടിൽ ചത്ത കോയിനെ അയാൾക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അവര് മരിക്കാൻ പോവാണ് അപ്പുറത്തെ വീട്ടുകാര്. അതുകൊണ്ട് ഇന്നലെ ചത്ത നമ്മളെ അവിടുത്തെ ആ കോഴി ഉണ്ടല്ലോ, അതിന് നമ്മൾ എറിഞ്ഞിട്ടുണ്ട്, അത് ചീനിനോ എന്തോന്നോ പോയി കൊടുത്തേ എന്ന് പറഞ്ഞ് കൊടുപ്പിച്ച് തിന്നാൻ പറ്റുമോ എന്നുള്ള മക്കളെ ചിന്തിക്കണം. മനസ്സിലായില്ലേ? പലിശയുമായി ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല. അപ്പൊ അതിന് ഞാൻ മക്കളെ ഇപ്പൊ എങ്ങനെയാ പറയാ? ഒരാൾ ചോദിച്ചിരിക്കുകയാണ്, കടം കൊണ്ട് വല്ലാതെ വലഞ്ഞിട്ട് അയാള് സ്വർണം തരുമോന്ന് ചോദിക്കുന്നുണ്ട്, കൊടുക്കാൻ പറ്റുമോന്ന്. കൊടുക്കാൻ പറ്റൂലെന്നേ ഉസ്താദിന് പറയാൻ പറ്റുള്ളൂ. പലിശക്ക് സഹായിക്കാൻ പാടില്ല. അയാൾ മരിക്കാൻ പോകുമ്പോ ഇപ്പൊ എന്താ ചെയ്യാ? എന്താ ഇതിനെക്കുറിച്ച് പറയാ? അതിനും പഴുതുകളില്ല. പലിശയെ ഹലാലാക്കാൻ അള്ളാഹു റസൂൽ അനുവദിച്ചിട്ടില്ല.
പിന്നെ ഓരോരുത്തർ മരിക്കാൻ പോകുമ്പോൾ ശവം തിന്നു എന്ന് പറഞ്ഞ് അതിന് ശവം കൊണ്ട് കൊടുക്കണമെന്ന് മസല പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. തീർത്ത് പറയുകയാണ്, പലിശക്ക് വേണ്ടി ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. കടം കൊടുക്കണം, പൈസ ചോദിച്ചാൽ കൊടുക്കണം. നമ്മളെന്തിനാ പൊന്നു കൊടുക്കുന്നത്? നമ്മൾ എടുത്തു വെച്ച 10,000 എടുത്തു കൊടുക്കണം. കടം അത് സ്വതക്കയേക്കാളും കൂലിയാണ്. സ്വതക്കയേക്കാളും കൂലിയുള്ളതാണ് എന്ത്? കടം കൊടുക്കൽ. പക്ഷേ കടം കൊടുത്തു എന്ന് പറഞ്ഞ് കൊച്ചാക്കാൻ പാടില്ല. ചില ആള് ഞാൻ ഇനി മുതൽ പൊന്നൊന്നും കൊടുക്കുന്നില്ല ഉസ്താദേ, ഇനി എൻ്റെ കയ്യിലുള്ള 1 ലക്ഷം അത് ഞാൻ ആരെങ്കിലും കടമുള്ളവർക്ക് കൊടുക്കാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അവര് ടൗണിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് 1 കിലോ മത്തി കൊണ്ടുവരണം. പൈസപ്പ തരാ അടുത്ത റബീഉൽ അവ്വലിനാ തരാം. ഇപ്പൊ റബീഉൽ അവ്വലിനാ കൊടുക്കുന്നത് ഓള്, അടുത്ത റബീഉൽ അവ്വലിന് തരാമെന്ന നിബന്ധന വെച്ചിട്ടുണ്ട്. അതുവരെ ഓള് കാഞ്ഞങ്ങാട് ടൗൺ പോയിട്ട് വരുമ്പോൾ നമ്മളെ വീട്ടിലേക്ക്